സ്വാഗതം മഹാമുനെ. സ്വാഗതം. നമോ വാഗം. അങ്ങ് ആഗതനാകാൻ കാലമായി എന്ന് നമുക്കറിയാമായിരുന്നു. അങ്ങയുടെ അവതാരകാലത്തിന് അസാരം അമാന്തം വരുമോന്നൊരാശങ്ക. ഇவ்விധം ആലോചിക്കുന്നതിന് എന്താണ് മഹാമുനെ നിമിത്തം? അത് ഭഗവാനും അറിവുള്ളതാണല്ലോ. കംസരാജൻ ദേവകീ ദേവിയുടെ പ്രഥമ സന്താനത്തെ തിരികെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ വസുദേവർക്ക്. അതിന് ശിശുവദനം കണ്ടപ്പോൾ ആർദ്രമായി പോയോ കംസചിത്തം? ഇതങ്ങനെ തുടർന്നാൽ നാരായണ നാരായണ. കംസനിൽ ശിശുവധ ചിന്ത അസ്തമിച്ചേക്കില്ലേ മഹാവിഷ്ണു? അത് സംഭവിക്കാതിരിക്കാനുള്ള മാർഗം നാം ഉപദേശിച്ചു തരണോ ദേവർഷിക്ക്? എല്ലാം നമുക്കിപ്പോൾ വ്യക്തം. നാം ഇതാ പുറപ്പെടുകയായി കംസ സവിധത്തിലേക്ക്. വിജയീ ഭവ. നാരായണ നാരായണ. രഥങ്ങൾ അതിവേഗം പൂർത്തിയായേ തീരൂ. സേനാപതി, ഇതുകൂടിയായാൽ നമ്മുടെ രഥസൈന്യം എത്രയാകും? 8 ലക്ഷത്തോളം പ്രഭു. രഥയോദ്ധാക്കളുടെ പരിശീലന കളരി മുറക്കി നടക്കുന്നില്ലേ? ഉവ്വ് പ്രഭു. അശ്വാലയത്തിനരികിൽ സ്ഥലം തീരെ പോരാ. അതേ ഉള്ളൂ ഒരു കുറവ്. വെട്ടിത്തെളിക്കണം കുറെ കൂടി സ്ഥലം. അതിന് വേറെ ആളുകൾ വേണ്ട. അശ്വഭടന്മാർ തന്നെ ഉണ്ടല്ലോ പരസഹസ്രം. അവരെ കൊണ്ട് തന്നെ കുറെ കൂടി കാട് തെളിപ്പിച്ചെടുക്കണം. കൽപ്പന പോലെ. പിന്നെ ആനപ്പന്തിയിൽ ചമയം തീർക്കാമെന്ന മഗധക്കാർ പണി തീർത്ത് പോയി കഴിഞ്ഞിട്ടില്ലെന്ന് കേട്ടു. പൊന്നിലാണ് നെറ്റിപ്പട്ടത്തിലെ ഗോളകൾ തീർക്കുന്നത്. അത് ചെയ്തു കിട്ടാനുള്ള താമസം. ശരി, ഒക്കെ വേഗമാക്കണം. ഉവ്വ്. കണ്ണു വേണമെങ്കും. ശരി പ്രഭു. ആയുധപ്പന്തിയിൽ ഗുരുവാരത്തിന് നാം സന്ദർശനം നടത്തുന്നുണ്ട്. കൽപ്പന പോലെ. നാരായണ 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 നാരായണ. കംസ മഹാരാജാവ് വിജയീ ഭവ. നമോ വാഗം. സഹസ്രകോടി പ്രണാമം. കംസരാജധാനി ധന്യമായി. മഹാരാജാവേ, നാം ഒരൽപ്പം ഭയത്തോടെയാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങയുടെ ഭടന്മാർ നമ്മുടെ നാരായണ ജപം ശ്രവിച്ച് നമ്മെ തടങ്കലിലാക്കുമോ എന്നൊരു ഉൾഭയം. മഹാപരാധം പറയരുത് മുനെ. പൗരന്മാർക്കുള്ള നിയമങ്ങൾ അങ്ങേക്കെങ്ങനെ ബാധകമാകും? വിവേകം നഷ്ടപ്പെട്ടിട്ടില്ല. നാരായണ നാരായണ. പക്ഷെ ഒന്നോർത്താൽ വിവേകം അസാരം നഷ്ടമായിട്ടുമുണ്ട്. അങ്ങ് ഉദ്ദേശിച്ചത് പറയാം.